ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന ശേഷമുള്ള പണികളെന്ന് പറഞ്ഞാൽ വന്ന ഉടനെ അവരുടെ കാര്യങ്ങൾ യൂണിഫോം മാറ്റി കൊടുത്ത് കൈയും മുഖമൊക്കെ കഴുകി ചായയൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവരെ ഒന്ന് ടി വി കാണാൻ ഇരുത്തിയിട്ടാണ് എൻ്റെ പണികളൊക്കെ. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് പതുക്കെ ചെയ്തു. തണുപ്പൊക്കെ അല്ലേ, മഴയായതുകൊണ്ട് നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ചില സമയത്ത് ഞാൻ കൈയും മുഖമോ ഇല്ലെങ്കിൽ മേല് കഴുകി കൊടുക്കും ചൂടുവെള്ളം വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അടുത്ത് കടയൊന്നും ഇല്ലാത്ത കാരണം ഓട്ടോയ്ക്കാണ് കൊണ്ടുതരുന്നത്. അങ്ങനെ സാധനം എല്ലാം കൊണ്ടുവന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, പാല്, പഞ്ചസാര, കാപ്പിപ്പൊടി. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഒന്ന് ടിന്നിലിട്ട് വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ സമയം കിട്ടുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ പിള്ളേരവിടെ ഇരിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഇതെല്ലാം വേഗം ചെയ്തു വെച്ചു. ഇടയ്ക്ക് അവൾ കുസൃതി കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചീത്തയൊക്കെ പറഞ്ഞ് മിണ്ടാതിരുത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയി കുഞ്ഞിനെ ഉറക്കി. അവൾ ഉറങ്ങിയാലേ എൻ്റെ പണിയൊക്കെ വേഗം നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവളെ ഉറക്കി ഞാൻ വന്ന് അടുക്കളയിൽ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കൊത്തി അരിഞ്ഞ് വേഗം തോരൻ വെച്ചു. ചോറും കറിയൊക്കെ ഉച്ചയ്ക്ക് വെക്കുന്നതുകൊണ്ട് വൈകിട്ട് പിന്നെ വലിയ പണിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. പിന്നെ 9 മണിക്കാണ് പിന്നെ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ മത്തങ്ങാക്കറി, ഉണക്കമീൻ വറുത്തതും പാവയ്ക്ക വറുത്തതും പിന്നെ അതാ നമ്മളിപ്പോൾ വെച്ച ക്യാബേജ് തോരനുമുണ്ട്. പിള്ളേർക്ക് അതിൻ്റെ ഇടയ്ക്ക് വാശി നിർബന്ധമൊക്കെ ഉണ്ട്. കുഞ്ഞ് എണീറ്റ് വന്ന് അവളെ എടുക്കാൻ പറഞ്ഞൊക്കെ നിർബന്ധം കാണിച്ചു. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് തന്നെ പിള്ളേർക്ക് ബുൾസേ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ചോറും കൊടുത്ത് ഞാനും മോളും കൂടെ ചോറ് കഴിക്കാനിരുന്നെന്നൊക്കെ പറയും, പക്ഷെ കഴിക്കത്തൊന്നുമില്ല. എണീറ്റൊക്കെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്.